അങ്ങനെ കാര്യങ്ങളെല്ലാം ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്നു കേട്ടോ. എന്താണെന്നല്ലേ, സർപ്രൈസൊക്കെ സെറ്റായി ഇതാ തുള്ളിച്ചാടി പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. പക്ഷേ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് സർപ്രൈസ്ഡ് ആയില്ല. ഇതാണെങ്കിൽ ഇത്തവണത്തോടുകൂടി ഞാൻ ഈ സർപ്രൈസ് പരിപാടികളൊക്കെ അങ്ങ് നിർത്തി. പറഞ്ഞിട്ട് വന്നിരുന്നെങ്കിൽ അമ്മ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചേനെ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇടിയപ്പമോ ഇഡ്ഡലി സാമ്പാറോ എന്താണെങ്കിലും ദോശയും സാമ്പാറും പോലും ഇല്ലായിരുന്നു, ദോശയും ചമ്മന്തിയായിരുന്നു. എന്താണെങ്കിലും ഇന്നതാ ഇത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. എനിക്ക് പിന്നെ എവിടെ വന്നാലും ഇതുപോലെ പരിസരം മുഴുവനൊന്ന് ചുറ്റി നടന്ന് കാണുന്നൊരു ശീലമുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ഇതാ തെളിഞ്ഞു കിടക്കുന്ന വെള്ളമൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ മണിച്ചിത്രത്താഴിയുടെ നാഗവല്ലിയുടെ ആ ഒരു ബാധ എനിക്ക് കയറിയോ എന്നൊരു സംശയം. അച്ഛനും കേതിനും കൂടെ എങ്ങോട്ടോ പോകുന്നതുകൊണ്ട് ഞാൻ നേരെ അവരുടെ പുറകെ അങ്ങ് വിട്ടു. കേതിനിതെല്ലാം പുതുമയുള്ള കാഴ്ചകളാണ് കേട്ടോ. ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കാണുന്ന പലതും നേരിട്ട് കാണുമ്പോഴുള്ള കൗതുകമാണ് കേട്ടോ. രണ്ടുപേരും കൂടെ എന്നെ കൂട്ടാതെ താമര പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എന്താണെങ്കിലും ആ താമര കേതിന് എനിക്ക് താമരയുടെ ആണോ ഫോണിന്റെ ആണോ അതോ ഈ ബാക്ക്ഗ്രൗണ്ടിന്റെ ഭംഗിയാണെന്ന് അറിയില്ല. എന്താണെങ്കിലും എപ്പോഴും എടുക്കുമ്പോൾ ഒത്തില്ലെങ്കിൽ ഇത്തവണത്തെ ഫോട്ടോ അങ്ങ് സെറ്റായി കേട്ടോ. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ബാംഗ്ലൂരിലുള്ള എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയുള്ളതാണ് കേട്ടോ. അവരെപ്പോഴും ഞാൻ നാട്ടിലെത്തുമ്പോൾ പറയാറുണ്ട് ഇതുപോലത്തെ എന്തെങ്കിലും കണ്ണിന് കുളിർമയുള്ള വല്ല പച്ചപ്പൊക്കെ എടുത്ത് വീഡിയോ ഇടണേ. ഇതൊക്കെ നമുക്ക് വലിയ കാര്യമല്ലെങ്കിലും ഇതൊക്കെ കാണുന്നത് അവർക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കേരളത്തിലെ ഓരോ വീഡിയോസും അവരിങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നാറുണ്ട്. എന്താണെങ്കിലും ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറഞ്ഞത് എത്ര ശരിയാണെന്ന് അവർ എപ്പോഴും എന്നോട് പറയാറുണ്ട് കേട്ടോ. കേരളത്തിൽ ജനിച്ച് നമ്മൾ എത്ര ലക്കിയാണ്, അത്രയും ഭംഗിയാണ് നമ്മുടെ കേരളം കാണാനെന്ന്. എന്താണെങ്കിലും അവർക്ക് വേണ്ടിയാണ് കേട്ടോ കുറേ അധികം വീഡിയോ ഞാൻ എടുത്തത്. എല്ലാവരെ കൊണ്ട് ഞാൻ കാണിക്കാറുമുണ്ട്. അങ്ങനെ കുറച്ചധികം നേരം ഇങ്ങനെ ഇരുന്നു. എൻ്റെ കാലിനടി കൂടെ പോകുന്നത് ഈ ഒരു പൈപ്പ് കൊണ്ട് പെട്ടെന്ന് ഞാൻ ഞെട്ടി കേട്ടോ. ഇത് സ്നേക്കാണോ എന്ന് വിചാരിച്ച്. കേതിനിങ്ങനെ കാലൊക്കെ ഇട്ടിരിക്കുന്നത് ഫിഷ് വന്ന് കാലിൽ കടിച്ചിട്ട് നല്ല മസാജ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കേതിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ കുട്ടിക്കാലമാണ് കേട്ടോ എനിക്ക് മിസ് ചെയ്തത്. ഞാനും ചേട്ടനൊക്കെ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ അടിയാണ് കേട്ടോ. അമ്മയുടെ ഒരു ചിറ്റയുണ്ട് ചമ്പക്കുളത്ത്, അവിടെ പോകാനായിട്ട്. അവിടെ ആണെങ്കിൽ 3 ചേച്ചിമാരുണ്ട്. രാവിലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ചമ്പക്കുളം ആറ്റിലേക്ക് ചാടുക എന്നുള്ളതാണ്. അന്ന് നീന്തലൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ വാഴപ്പിണ്ടിയൊക്കെ വെട്ടിയിട്ട് ചേച്ചി നമ്മളെ നീന്തൽ പഠിപ്പിക്കും കേട്ടോ. ചേച്ചിമാരാണെങ്കിൽ സ്വിമ്മിങ്ങിൽ എക്സ്പേർട്ടുകളാണെങ്കിലും ആ ഒരു സമയമൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മളുടെ മക്കൾക്ക് മിസ്സായല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ. മര്യാദയ്ക്കകത്ത് ടി വിയും കണ്ടുകൊണ്ടിരുന്ന അച്ഛനെ വിളിച്ചിറക്കിയത് അപ്പനും മോനും കൂടെ വെള്ളത്തിൽ കളി തുടങ്ങി കേട്ടോ. പണ്ട് കപ്പയും കാച്ചിലൊക്കെ കണ്ണെടുത്ത കണ്ടുകൂടായിരുന്നു. എനിക്കിപ്പോൾ ഇതൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത്രയ്ക്ക് ശരിയാവാഞ്ഞുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ആ കാച്ചിലും മുളകും ഒക്കെ റെഡിയാക്കി അത് കഴിച്ചു. അതിനുശേഷം വെള്ളോട്ട് ഇറങ്ങിയപ്പോൾ നല്ല മൂവാണ്ടമാങ്ങ കിടപ്പുണ്ട്. ചാടി നോക്കിയിട്ട് പറിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അവനെ നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഇവനെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോകണം. എവിടെ പോയാലും പരിസരം മുഴുവൻ ചുറ്റി നടന്നുകൊണ്ട് വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴത്തേക്ക് അമ്മ സ്ഥിരം പറയുന്നൊരു ഡയലോഗ് ഉണ്ട് കേട്ടോ. ഊരു ചുറ്റിലൊക്കെ കഴിഞ്ഞ് അമ്മ പറയുന്ന പോലെ തന്നെ ഊരു ചുറ്റിലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള വരാലു ഫ്രൈ ഒക്കെ കൂട്ടുന്ന ചോറുണ്ട്, നല്ല ഇളം കാറ്റും കൊണ്ട് ഒരുറക്കം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ബൈ.